ആണെങ്കിലും ശരി. ശ്രീ സേനാപതി വേണു, ഇക്കാര്യത്തിൽ UDF എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? ഇപ്പോൾ തന്നെ yes or no പറയണമെന്ന്. അത് സുപ്രീം കോടതിയിൽ വരട്ടെന്നേ, മാർച്ച് 14 വരെ സമയമുണ്ടല്ലോ. അല്ല, ഇവിടെ മഞ്ജുഷേ, ഒരു കാര്യത്തിൽ സർക്കാരിനൊരു നിലപാട് വേണമല്ലോ. ആ നിലപാടാണ് എന്ത് എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC പ്രസിഡന്റും UDF ഒക്കെ ചോദിക്കുന്നത്. സർക്കാരിന് ഈ കാര്യത്തിലുള്ളൊരു നിലപാടുണ്ടാകും. ഇപ്പോൾ 7 വർഷമായിട്ട് ഈ കേസ് കോടതിയിൽ നിൽക്കുന്നു. 2018 വന്ന വിധിയാണ്. ഏറ്റവും കൗതുകരമായ ഒരു കാര്യം, ഈ വിധി വന്നതിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ മുഴുവൻ വീടുകളിലും കയറി എന്താ പറഞ്ഞ ഒരു ക്ഷമാപണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഇവര് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ പിഴ എന്ന് പറഞ്ഞ് ഭവന സന്ദർശനം നടത്തിയത്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ടൊരു ഉത്തരം പറയേണ്ട സമയം സമാഗതമായിരിക്കുന്നു. അതിന് യെസ് അല്ലെങ്കിൽ നോ, യുവതി പ്രവേശനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ആ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രസക്തമാണ്. നിയമമന്ത്രി രാജീവ് പറഞ്ഞത് അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം മുൻ സത്യവാങ്മൂലത്തിൽ, അത് 2007 VS സർക്കാരിന്റെ കാലത്ത് കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഈ ഹിന്ദു സമുദായത്തിലെ ആചാര്യന്മാരുമായിട്ടും സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിട്ടും ആലോചിച്ച് ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കട്ടെ എന്ന്. അത് കോടതി ഒന്നും മാനിച്ചില്ല. അത് ഞങ്ങൾ വീണ്ടും പറയാൻ പോവുകയാണ്, അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന്. അതേസമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ, തുല്യതയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന്. അതായത് ഒരേ സമയം വിശ്വാസ സംരക്ഷണവും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ പരിഷ്കരണവും, രണ്ടു വെള്ളത്തിൽ. അത് തന്നെ സത്യവാങ്മൂലത്തിലെ ഖണ്ഡിക 4 അതിനകത്ത് ഒരു ജനറൽ ഇതുപോലെ അങ്ങ് പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ഇവരുടെ പ്രയർ, സത്യവാങ്മൂലത്തിന്റെ അവസാനം ഇവരുടെ പ്രയർ എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ്? തുല്യത, ആർട്ടിക്കിൾ 14 നിലനിൽക്കുന്നതുകൊണ്ട് തുല്യത എന്നുള്ള ആ കൺസെപ്റ്റിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഈ കാനന ക്ഷേത്രവും ഇതിൻ്റെ ഒരു വിശ്വാസവും അത് വളരെ എന്താ പറയുക സവിശേഷമായ ഒരു ക്ഷേത്രമാണ്. കാരണം ഇത് ജനവാസ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്നിടത്തോ ഒന്നും പണിതല്ല. ഇത് കൊടുങ്കാട്ടിലിരിക്കുന്ന ഒരു ക്ഷേത്രം. അത് എന്തെങ്കിലും ഒരു പർപ്പസ് അന്നത്തെ കാലത്ത് ഇത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ വിശ്വാസം. അപ്പോൾ ഇത് അന്ന് മുതൽ തുടർന്ന് വരുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസപ്രകാരം ആരുടെയെങ്കിലും ഭരണഘടന ഒന്നും ഇതിൻ്റെ അകത്ത് ലംഘിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടി മഞ്ജുഷെ, ഈ ഡോക്ടർ ബാബു പോളിന്റെ കഥ ഇതുവരെ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മിനിറ്റ് എനിക്ക് തരണം. അതിൻ്റെ അകത്ത് ഈ വിശ്വാസവും ഭരണഘടനയൊക്കെ എങ്ങനെയാണ് ഇത് പരസ്പരം ചേർന്ന് പോകാത്തത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാനാണ്. അതായത് ഇടുക്കി ജലാശയം രൂപപ്പെടുമ്പോൾ ഒരു ശാസ്ത്ര ക്ഷേത്രം വെള്ളത്തിനടിയിലാകുമായിരുന്നു. ആ ക്ഷേത്രം മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിന്റെ പുനഃസ്ഥാപനം സംബന്ധിച്ച അനിശ്ചിതത്വം തീരാതെ പദ്ധതി ഉദ്ദേശിക്കും പോലെ മുന്നോട്ട് പോവുകയില്ല എന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ എനിക്ക് തോന്നി. ഞാൻ ചുമതല വിജയചന്ദ്രനെ ഏൽപ്പിച്ചു. ഒരു ദേവപ്രശ്നം വേണമെങ്കിൽ നടത്താൻ പറഞ്ഞു. പ്രശ്നത്തിൽ അമ്പലം മാറ്റരുത് എന്ന് തെളിഞ്ഞാലോ എന്ന ഒരു സംശയം സ്വാഭാവികമായിരുന്നു. ഭക്തവത്സലനായ ഭഗവാൻ അങ്ങനെ പറയുകയില്ല എന്ന് ഞാൻ ധൈര്യപ്പെടുത്തി. അതായിരുന്നു സത്യം. ഉടൻ മാറ്റണം എന്നതാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും ഉത്തമം എന്നും കണ്ടു. ഞാനിത് പറഞ്ഞത് ഡോക്ടർ ബാബു പോളിനെ പോലെ ഒരാള് കേരളത്തിലെ IAS അന്നത്തെ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയത്. ഇപ്പോൾ ഇടുക്കി ഡാമിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് എൻ്റെ 50ാം വർഷം ഇതിലേക്ക് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഡാമിന്റെ റിസർവോയർ നിറയുമ്പോൾ അതിനകത്ത് അയ്യപ്പൻ കോവിലിന്റെ ഒരു ശാസ്ത്ര ക്ഷേത്രം, അതും പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം എന്നാണ് കൺസെപ്റ്റ്. അവിടുത്തെ അയ്യപ്പൻ ഇരിക്കുന്നത് പൂർണ്ണ പുഷ്കല എന്ന് പറഞ്ഞ 2 ദേവിമാരോടൊപ്പമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് വെള്ളത്തിലാകുമെന്ന് കണ്ട ഒരു ഘട്ടത്തിൽ ഇതിനെന്തിനാ ദേവപ്രശ്നം നടത്തുന്നത്, ഇല്ലെങ്കിൽ ഇതെന്തിനാ മാറ്റുന്നത്? അത് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം മാറ്റിയാൽ പോരെ എന്ന് നമുക്കിപ്പോൾ യുക്തിപരമായിട്ട് ചോദിക്കാം. പക്ഷെ ബാബു പോളിനെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ കഥ ഇതുവരെ അതിന്റെ പേജ് 150-37 ഒരു അധ്യായം തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മുടെ വിശ്വാസവും ഈ ഭരണഘടനയിലെ തീരുമാനങ്ങളും അതൊന്നിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന വിശ്വാസം വേറൊരു ഭാഗം. അതാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതും. സുപ്രീം കോടതിയുടെ പരിഗണനാ വിഷയങ്ങളിലും അതാണല്ലോ ആർട്ടിക്കിൾ 25-ഉം ആർട്ടിക്കിൾ 14-ഉം തമ്മിൽ, അത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം. ഇത് നേരത്തെയും ഇത് ചർച്ച ചെയ്തതാണ്.
ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് പോകുന്നത്. മതസ്വാതന്ത്ര്യത്തിന് മുകളിലാണോ തുല്യത എന്നുള്ളതാണല്ലോ, അതിലേക്കാണല്ലോ അവസാനം വരാൻ പോകുന്നത്. ശ്രീത് പണിക്കർ, ഒറ്റ കാര്യം കൂടെ, അതായത് മറ്റൊരാൾക്ക് ഒരു ഉപദ്രവമോ ഇല്ലെങ്കിൽ ഒരാളുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും വനിതകൾക്ക് PSCയിൽ നിയമനം കിട്ടുന്നതിന് തടസ്സമുണ്ടോ? കോളേജിൽ പഠിക്കുന്നതിനോ ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? ഈ കൊടുങ്കാറ്റിലുള്ള ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയേ എന്താ പറയുക ദർശനം നടത്തിയേ അടങ്ങൂ എന്നുള്ള ചിലർ വാശി പിടിക്കുന്നത് അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യതയൊന്നും അല്ലെന്നേ. അതൊക്കെ വേറെ ചില പിടിവാശിയുടെ കാര്യത്തിലാണ്. പക്ഷേ സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടത് അങ്ങനെയല്ല, മറിച്ചാണ് ഉത്തരവിട്ടത് അവിടെ തുല്യതയ്ക്കായിരുന്നു പ്രാധാന്യം, മതസ്വാതന്ത്ര്യത്തിനും. അതിൽ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത ഒരു VSന്റെ സത്യവാങ്മൂലത്തിന് ശേഷം ഞങ്ങളുടെ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്തൊരു സത്യവാങ്മൂലം അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യം പറയുന്നുണ്ടല്ലോ. അവിടെ വിശ്വാസികൾക്കൊപ്പം നിൽക്കണം, വിശ്വാസം ശരിയാണ്. അതല്ല സർക്കാരിന്റെ നിലപാട്, മറിച്ച് VS സർക്കാർ കൊടുത്തതാണ് നിലപാടെന്ന് പിണറായി സർക്കാർ തിരുത്തിയത്. ശ്രീത് പണി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.